ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? അത്യാവശ്യം നല്ല ഒരു ഫോൾ ആയിരുന്നു ഇന്നത്തെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇൻഫാക്ട് നമ്മൾ ഡെയിലി ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഒരൊറ്റ ഗ്രീൻ ക്യാൻഡിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നിഫ്റ്റിയുടെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ഥിതി വ്യത്യാസമൊന്നുമല്ല, ബട്ട് രാവിലെ നല്ലൊരു കൺഫ്യൂസിങ് സിനാരിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തുകൊണ്ട് വീണു എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇന്നതാണ് ഈവനിങ് ഇരുന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുക, ചാർട്ട് നോക്കിയിട്ട് കഥ പറയുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ ഈ ഒരു പോയിന്റിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ഈ ഒരു പോയിന്റിൽ വീഴ്ച പ്രതീക്ഷിച്ചു, ഞാൻ ഈ ഒരു പോയിന്റിൽ വീഴ്ച പ്രതീക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈസിയാണ്. ബട്ട് ഞാൻ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ലെവൽസ് പറഞ്ഞു തരാറുണ്ട്. ഞാൻ ലൈവ് മാർക്കറ്റിൽ അനാലിസിസ് വീഡിയോ അടക്കം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ട് നിർത്തി ചോദിച്ചാൽ, ഓഫ് കോഴ്സ് വേറെ ഒന്നുമല്ല, നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യായിട്ടോ അങ്ങനെ ഒന്നുമല്ല, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു എഫേർട്ടും ഇല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ്. ഞാൻ ഈച്ച് ആൻഡ് എവറി ഡേ ഞാൻ നിങ്ങളടുത്ത് പറയണം, നിങ്ങളൊരു കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ വ്യൂ എന്താണ് നിങ്ങളുടെ വ്യൂ എന്നുള്ളതൊന്നും പറയുന്നത്. സോ ആ ഭാഗത്തേക്കൊന്നും ആർക്കും ഒരു നോട്ടമില്ല എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടായിട്ടാണോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്? ഓഫ് കോഴ്സ് അല്ല, അല്ലേ? ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആകെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. സോ അവർക്ക് ഞാൻ ലെവൽസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ഞാൻ അവിടുത്തെ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്, പ്ലസ് എൻ്റെ സ്റ്റുഡൻസ്. സോ അവർക്ക് ഞാൻ ലെവൽസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ഒരു ലെവൽ തന്നെയായിരുന്നു ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ബട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഇല്ല. ലൈക്ക് ഇപ്പം ഇൻഫാക്ട് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിലടക്കം ഞാൻ നിങ്ങൾക്ക് ലെവൽസ് പറഞ്ഞു തന്നിട്ട് ഞാൻ ട്രേഡ് എടുക്കുന്നതിൻ്റെ ഇടയിലാണ്, ഇപ്പോൾ ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ആ ഒരു ക്ലാസ്സിനെ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ആ ലെവൽസിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഇങ്ങനെ ചെയ്തു തരുമ്പം എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും കാണണ്ടേ? സത്യം പറഞ്ഞാൽ വേറെ ലൈക്കിന് വേണ്ടിയിട്ട് കെഞ്ചി അങ്ങനെയുള്ള സീനൊന്നും അല്ല കേട്ടോ. പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തു തന്നിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു എഫേർട്ട് പോലും ഇല്ലല്ലോ എന്ന് കാണുമ്പോൾ ഉള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് മാത്രം ചെയ്താലായി, ചെയ്തിട്ടില്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ എന്നുള്ള ലെവലും മാത്രമേ ഉള്ളൂ. ആൻഡ് ആ ഒരു ഫ്ലോയിൽ വന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ബട്ട് ഞാൻ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ലെവൽസ് പറഞ്ഞു തരുന്നുണ്ട്. ആൻഡ് എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്ന ലെവലിൻ്റെ മുകളിൽ എനിക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ എൻറ്റയർ സ്റ്റോക്ക് മാർക്കറ്റ് ബുള്ളിഷാണ്. ഞാൻ പറയുന്ന എന്ന് വീണ്ടും ഞാനെന്ന് പറയുന്നത്, ഞാൻ അനലൈസ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്ന ലെവലിൻ്റെ താഴെ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എൻറ്റയർലി ബാരിഷാണ്. ഇത് മാത്രമാണ് എൻ്റെ ഫണ്ടാന്ന് പറയുന്നത്. സോ ഇന്നും ലെവൽസ് പറഞ്ഞെന്നുള്ളത് അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു ലെവൽസിൻ്റെ താഴെയായിട്ട് ഷാർപ്പായിട്ടുള്ള മൂവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഞാൻ അവിടെ ഒരു റൺവേ ഗ്യാപ്പിൻ്റെ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും റിവേഴ്സൽ വന്നിട്ട് അവിടുന്ന് തന്നെ, അതായത് ഞാൻ പറഞ്ഞ ആ ഒരു ലെവലിൻ്റെ അവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് അവിടുന്ന് വീണ്ടും അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ആൻഡ് ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ നിങ്ങൾക്ക് തരുന്ന അതേ ലെവലിൽ ട്രേഡ് എടുക്കുന്ന ഒരാളാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാവിലെ അവിടെ എത്തിയിട്ട് ലൈവ് മാർക്കറ്റിൽ ഞാൻ നിങ്ങളുടെ എന്ത് പറഞ്ഞു, ഓക്കെ ഈ ഒരു ലെവലിൽ പ്രൈസ് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ പറഞ്ഞു. നിങ്ങൾക്ക് അതിന് മുമ്പ് വോയിസ് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തു കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇരിക്കുന്നുണ്ട്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പ്രീമിയം ഗ്രൂപ്പ്, വീഡിയോ കിട്ടുന്ന ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അതിനകത്ത് ഫണ്ട് എടുത്ത് ട്രേഡ് ചെയ്തിട്ടൊരു മെസ്സേജ് അയച്ചാൽ മതി. സോ ആ ഒരു പോയിന്റിൽ ഞാൻ ആ ഒരു ട്രേഡിനെ കട്ട് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ ആ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെയായിട്ട് 160, 180 ആ ഒരു റേഞ്ചിലായിട്ട് എഗെയിൻ ഒരു റണ്ണവേ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു റണ്ണവേ ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു. ലാസ്റ്റ് എന്തായിരുന്നോ ഞാൻ അവിടെ എടുക്കാൻ ഉദ്ദേശിച്ച SL, എനിക്ക് തോന്നുന്നു 235 എന്നുള്ള പോയിന്റിലാണ് ഞാൻ SL സെറ്റ് ചെയ്യുന്നത് കേട്ടോ. 235 പിയിലാണ് ഞാൻ എടുക്കുന്നത് ട്രേഡ്. സോ താഴത്തേക്കുള്ള ബ്രേക്ക് ഡൗൺ ഉണ്ട്. സോ 235 ഞാൻ SL വെച്ചിട്ട് 235 ആ SL ഹിറ്റാക്കിയിട്ട് ആ സ്ട്രൈക്ക് മാക്സിമം ലോ എത്ര ഉണ്ടാക്കിയിട്ടുള്ളതെന്നറിയോ? 232 എന്നുള്ള പോയിന്റിലാണ്. അതായത് 3 പോയിന്റാണ് എൻ്റെ SL അടിച്ചതിന് ശേഷം ആ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഷാർപ്പായിട്ട് അവിടെ നിന്ന് കൊളാപ്സായി. ഞാൻ പുറത്തുനിന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മാർക്കറ്റ് ഷാർപ്പായിട്ട് വീഴുന്ന വീഴ്ചയാണ് കാണുന്നത്. ഞാൻ അതിനകത്ത് കയറി എഗെയിൻ അതിനകത്ത് കയറിയിട്ട് ഷാർപ്പായിട്ടുള്ള ഒരു ഫോളിനെ ക്യാച്ച് ചെയ്തു. ഉണ്ടാക്കിയിട്ടുള്ള ലോസും അതിൻ്റെ പുറത്തുള്ള പ്രോഫിറ്റിനെയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിട്ട് തന്നെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബട്ട് റിയൽ മാർക്കറ്റിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവാൻ ഇത് മാത്രം മതി എന്നുള്ളതാണ്. 2 പോയിന്റ് 3 പോയിന്റൊക്കെ നമ്മുടെ SL അടിച്ചിട്ട് സിസ്റ്റം SL വെച്ചിട്ട്, അതും എനിക്ക് തോന്നുന്നു 11-12 മണി വരെ ഞാൻ ആ ഒരു ട്രേഡിൽ പിടിച്ച് കാത്തിരിക്കുന്നതാണ്. എൻ്റെ കൂടെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്.
ഇരുന്ന് മടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി എസ് എൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ എസ് എൽ അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സിസ്റ്റം എസ് എൽ വെക്കുന്നത്. അതുവരെ ഞാൻ സിസ്റ്റം എസ് എൽ വെച്ചിട്ടുണ്ടായില്ല. സിസ്റ്റം എസ് എൽ അത് എന്ന് വിചാരിച്ചിട്ട് നാളെ മുതലാരും സിസ്റ്റം എസ് എൽ ഒഴിവാക്കേണ്ട. സിസ്റ്റം എസ് എൽ എന്ന് പറഞ്ഞാൽ സൈക്കോളജി അത്രയും സ്ട്രോങ് ആയിട്ടുള്ളവർ മാത്രമേ സിസ്റ്റം എസ് എൽ വെക്കാണ്ട് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. എഗെയിൻ ഞാൻ പറയുന്നത് സിസ്റ്റം എസ് എൽ വെക്കാണ്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കേണ്ട പരിപാടിക്ക് നിൽക്കേണ്ട. എൻ്റെ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 60 പോയിന്റ് ലോസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അത് 70 ആവാം, മേ ബി അത് 80 ആവാം സ്ലിപ്പേജിൽ. അതിൽ കൂടുതൽ ഹോപ്പോ കാര്യങ്ങളോ അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ സ്ലിപ്പേജ് ആ ഒരു മൂവിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് മാത്രമേ എന്താവാറുള്ളൂ ഞാൻ എൻ്റെ എസ് എല്ലിനെ പിന്നെ സിസ്റ്റം എസ് എൽ വെക്കാത്ത ഈ ഒരു പ്രോസസ്സിലേക്ക് ഞാൻ പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൈക്കോളജി ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം എസ് എൽ വെക്കാത്ത പരിപാടിയിലേക്ക് പോകണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കേസിനെ നിങ്ങൾ മറന്നു കളഞ്ഞേക്കാം. സോ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ എസ് എൽ വന്നതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് ഷാർപ്പായിട്ട് താഴത്തേക്ക് വരുന്നു. എൻ്റെ ലെവൽസിലേക്ക് തന്നെയാണ് മാർക്കറ്റ് എഗെയിൻ വരുന്നത്. എൻ്റെ കണ്ടീഷനിലാണ് ഞാൻ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ ക്യാൻഡില വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നത് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താണോ ഞാൻ എൻ്റെ ബൈയിങ് ലെവൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലെവലിൻ്റെ മുകളിൽ മാത്രമേ ഞാൻ ബൈയിങ്ങിലേക്ക് ഇരിക്കുന്നുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം 320 എന്നുള്ള ലെവലിൻ്റെ 50,320 എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈയിങ്ങിലേക്ക് സെല്ലിങ്ങിലേക്ക് ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതടക്കം ഞാൻ പറയുന്നുണ്ട്. ആൻഡ് അതിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ആവുന്നില്ല. ബട്ട് ആ ഒരു പിന്നെ ഫേക്ക് മൂവിൽ വന്നിട്ട് നമ്മളുടെ എസ് എൽ ഹിറ്റാക്കുന്നു, മാർക്കറ്റ് എഗെയിൻ കൊളാപ്സ് ആവുന്നു. കയ്യിൽ നിന്ന് പോകാനായിട്ട് ഒരു ബിഗിനർ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോകാനായിട്ട് ഈ ഒരു സംഗതി ധാരാളം മതി എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം ഞാൻ ട്രേഡ് എഗെയിൻ ഞാൻ ആ ട്രേഡിൽ എൻ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ലോസിനെയും കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റി. സോ കഥ പറഞ്ഞ് നമ്മൾ എങ്ങോട്ടോ പോയി. സോ പറഞ്ഞു വന്ന കേസ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇൻഫാക്ട് നിഫ്റ്റി ബാങ്ക് HDFC ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ടുണ്ട്. അതെങ്കിൽ താഴത്തേക്കുള്ള മൊമെൻറ്റം തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. 50,000 എന്നുള്ള ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ അതിന് മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 ഒരു റിവേഴ്സൽ മാർക്കറ്റ് പിന്നെ ട്രൈ ചെയ്തു, ബട്ട് സസ്റ്റെയിൻ ആയില്ല. വീണ്ടും താഴത്തേക്ക് തന്നെ കൊളാപ്സ് ആയിട്ടുണ്ട്. നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും വന്നിട്ട് നമ്മുടെ 24,200 എന്നുള്ള റേഞ്ചിൻ്റെ അടുത്ത് വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് വന്നിട്ടുണ്ട്. സോ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എഗെയിൻ പറയുന്നത് ട്രാപ്പ് വരാനുള്ള ഏറ്റവും സാധ്യത കൂടുതലുള്ള ഏരിയ ആണ് 49,740 എന്നുള്ള ലെവല് ട്രാപ്പ് വരാൻ ഏറ്റവും സാധ്യതയുള്ള ലെവലാണ്. സോ നാളെ മാർക്കറ്റിൽ നമ്മുടെ എക്സ്പയറി കൂടിയാണ്. മറ്റന്നാൾ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നമുക്ക് മാർക്കറ്റ് ഓഫാണ്. സോ നാളെ എന്തായാലും മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ഉണ്ടാവില്ല. സോ മറ്റന്നാളായിരിക്കും മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇൻ അഡ്വാൻസ്. സോ മാർക്കറ്റിൽ നല്ല ഒരു കണ്ടിന്യൂഷൻ മൊമെൻറ്റം കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ള ലെവലിലാണ്, ക്രൂഷ്യൽ ലെവലിലാണ് മാർക്കറ്റ് ഇന്ന് എൻഡ് ചെയ്തിട്ടുള്ളത്. നാളെ നമ്മളെ സംബന്ധിച്ച് ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, മാർക്കറ്റ് ഒന്ന് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ആവുക. ലെറ്റ്സ് അസ്യൂം നമുക്കൊരു പിന്നെ ഉച്ചവരെ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്യുക. അതിനുശേഷം കിട്ടുന്ന ബ്രേക്ക് ഡൗണുകളാവട്ടെ ബ്രേക്ക് ഔട്ടുകളാവട്ടെ നല്ല മൊമെൻറ്റം നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് ചെറിയൊരു റേഞ്ച് മാത്രമേ ഉള്ളൂ. ബട്ട് ബ്രേക്ക് ഡൗൺ ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ടാർഗറ്റുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എഗെയിൻ അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റണ്ണവേ ഗ്യാപ്പ് അവിടെ സ്റ്റിൽ പെൻഡിങ് ഉണ്ട്. ബട്ട് ദ ഫാക്ട് ഈസ് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥയാവില്ല നാളത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ പിന്നെ കണ്ടീഷനിൽ മാത്രം ട്രേഡ് ചെയ്യുക, ലെവൽ ടു ലെവൽ മാത്രം ട്രേഡ് ചെയ്യുക. ലെവൽസിനെ ഞാൻ നാളെയും മോർണിംഗിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ ലൈവ് മാർക്കറ്റ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. സോ അധികം സമയം വലിച്ചു കിട്ടാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിലേക്ക് പോകാം. നാളത്തേക്ക് ഏതൊക്കെ ലെവൽസാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മളുടെ നാളത്തേക്കുള്ള ട്രേഡ് സെറ്റപ്പ് ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അനാലിസിസും കാര്യങ്ങളൊക്കെ ലൈവ് മാർക്കറ്റിൽ ചെയ്യുന്നത് വീഡിയോ ആയിട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. സോ നമുക്ക് ചാർട്ടിലേക്ക് പോവാം. സോ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് തിങ് നമ്മളിവിടെ പിന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അനാലിസിസ് ലെവൽസ് ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എഗെയിൻ ഇവിടെ നിന്നാണ് ബ്രേക്ക് ഡൗൺ ഉണ്ടായത്. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് റണ്ണവേ ഗ്യാപ്പിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സായി. ഈ ഒരു വിക്കിനകത്താണ് എൻ്റെ എസ് എൽ ഹിറ്റ് ആവുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നു. ഈ ഒരു റേഞ്ചിൻ്റെ ബ്രേക്ക് ഡൗൺ വെച്ചിട്ട് എഗെയിൻ ഞാൻ ആ ട്രേഡിലേക്ക് എൻ്റർ ആയി. ആൻഡ് അതിനകത്ത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് പിന്നെ എക്സിറ്റ് ആയി 50,000 എന്നുള്ള ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തപ്പോഴാണ് ഞാൻ എൻ്റെ ട്രേഡിനെ എക്സിറ്റ് ആവുന്നത്.
അങ്ങനെ അതിനുശേഷമുള്ള ഫോളിലേക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല എന്നാണ്. നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഷാർപ്പ് ഡൗൺ മൂവ് ആണ് നമുക്കവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ് ഇൻഫാക്ട് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ചാർട്ട് തന്നെ ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം. അതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെവൽസും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യേണ്ട കാര്യം വരും. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡൗൺ സൈഡ് മൂവ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ബേസിലാണ്. ഈ ഒരു ബേസിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ബേസിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. സോ മാർക്കറ്റ് ഈ ഒരു ബേസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഒരു ബ്രേക്ക് ഡൗൺ തന്നാൽ തന്നെ അതിനകത്തൊരു ഫേക്ക് മൂവ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെരി ഹൈ ആണ് കേട്ടോ. എഗെയിൻ ഞാൻ പറയാണ്. ആൻഡ് ഈ ഒരു ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിനകത്ത് മാത്രം തീരുന്നില്ല. നമ്മളിവിടെ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ് ഉണ്ടല്ലോ, ഇതാണ് ലാസ്റ്റ് പ്രീവിയസ്ലി മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ബേസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ നിന്നുള്ള സ്ട്രോങ് ബയേഴ്സ് എല്ലാവരും തന്നെ മാർക്കറ്റിൽ നാളെ എക്സിറ്റ് ആവും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റും. സോ നല്ല മൂവുകൾ താഴത്തേക്കുള്ള കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇഫ് മാർക്കറ്റ് റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് അവിടെ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് ബ്രേക്ക് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിലോ സിനാരിയോസ് ചെറുതായിട്ടൊന്ന് വ്യത്യാസം വരാൻ സാധ്യത നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എഗെയിൻ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കേസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഇപ്പം ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയാം. ഇവിടെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് കറക്റ്റ് ആയിട്ടില്ല എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് കറക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ കാണിച്ചു തരുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ്. ഇതൊരു നെഗറ്റീവ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്. അതായത് ഡൗൺ സൈഡിലേക്കുള്ള ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യാറ്. സോ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക്ഔട്ട് കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വരും. ആസ് പെർ പ്രൈസ് റീഡിംഗ് ഇത്രയും തന്നെ ഒരു പോയിന്റ് മാർക്കറ്റ് എഗെയിൻ ഇവിടുത്തെ താഴത്തേക്ക് കറക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് പ്രൈസിനെ റീഡ് ചെയ്യുന്നതിനനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് നമുക്ക് അത്രയൊന്നും കിട്ടേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് നാളെ ഇവിടുന്ന് ഈ ഒരു ബേസിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 24,000 നമുക്ക് നല്ലൊരു ടാർഗറ്റായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നല്ലൊരു മൂവ് നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോൾ ഞാനുള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നിഫ്റ്റി 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 24,180 എന്നുള്ള ഈ ഒരു പോയിന്റിനെയാണ് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത്. 24,180 ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു ലെവലിനെയാണ്, 24,100 എന്നുള്ള ഈ ഒരു പോയിന്റിനെയാണ്. സോ മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട്, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് 24,000 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാം. സോ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോയിൻ്റെ താഴെ മാർക്കറ്റ് പ്രോപ്പർ സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ, അതായത് 23,930 എന്നുള്ള ലെവലിൻ്റെ താഴെയായിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവും. ബട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു മൂവ് നമുക്കൊരു ഡയറക്ഷൻ മൂവ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് നമ്മൾ ട്രേഡിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ SL എടുത്തിട്ട് 50% SL സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ 50% ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് താഴത്തേക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് വാട്ട് ഇഫ് അപ്പർ സൈഡിലേക്കാണ് മൊമെൻറ്റം ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നതുകൊണ്ട് തന്നെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഫണ്ട പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഒരു സ്ട്രോങ് ക്യാൻഡിലാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു സ്ട്രോങ് ക്യാൻഡിലാണ് അല്ലേ. സോ ഈ ഒരു സ്ട്രോങ് ക്യാൻഡിലിൻ്റെ മുകളിൽ 50% മുകളിലെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടാതെ ഒരിക്കലും ഇതിനകത്ത് എന്താവാൻ പോകുന്നില്ല, ബിഗ് ഇൻവെസ്റ്റേഴ്സ് അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാക്ട്ലി ഉദാഹരണം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് മാർക്കറ്റിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ കിട്ടി. സോ ഇതിൻ്റെ മുകളിലേക്ക് മൊമെൻറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അതായത് സ്ട്രോങ് ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുള്ള ആളുകൾ ഇതിനകത്ത് നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. സോ എല്ലാ പോയിന്റിലും നമുക്കിത് കാണാൻ പറ്റുന്ന സെയിം സിനാരിയോസ് ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ സ്ട്രോങ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 50% ക്ലോസ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റിൽ എന്തുണ്ടാവുന്നത്, ഒരു സ്ട്രോങ് മൊമെൻറ്റം ഉണ്ടാവുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ബൈയിങ് സൈഡിലേക്ക് വരുമ്പോഴും ഉണ്ടാവുക. സോ ഇതൊരു സ്ട്രോങ് ബൈയിങ് ക്യാൻഡിലാണ്. ഇതിൻ്റെ 50% താഴത്തേക്ക് കറക്റ്റ് ആയി കഴിഞ്ഞാലും മാർക്കറ്റിൽ പിന്നെ ഒരു നല്ല സെൽ ഓഫ് നമുക്ക് അവിടെ ഉണ്ടാവും. സോ ഇതൊക്കെ സിമ്പിളായിട്ട് പ്രൈസിനെ വായിക്കുന്ന രീതികളാണ്. നിങ്ങൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നല്ല രീതിയിൽ ഉപകാരത്തിൽ പെടുന്നതാണ്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നെഗറ്റീവ് ക്യാൻഡിലായിരുന്നു. സോ ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തു. ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഒരു മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റി. എഗെയിൻ ഇതൊരു സ്ട്രോങ് ക്യാൻഡിലായിരുന്നു. ഇതിൻ്റെ മിഡ് പോയിന്റിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിനെ എഗെയിൻ പിറ്റേ ദിവസം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി. എഗെയിൻ ഷാർപ്പായിട്ടുള്ളൊരു ഫോള്
താഴത്തേക്ക് കാണാൻ പറ്റി. സോ ഇതൊക്കെ ബേസിക് ഫണ്ടേ ആണ്. നിങ്ങൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകാരത്തിൽ പെടുത്താവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിഫ്റ്റിയിൽ പറയാനുള്ളത്, നിഫ്റ്റിയിൽ വാച്ച് ചെയ്യാനുള്ളത്. സോ ഈ ഒരു പോയിന്റിനൊക്കെ വാച്ച് ചെയ്യാം. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 250 എന്നുള്ള ലെവലാണ്. 250യുടെ മുകളിൽ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 320 എന്നുള്ള ലെവലിലേക്കും ഫർദർ മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഒരു മൂവിനെ നമുക്ക് വാച്ച് ചെയ്യാം. പിന്നെ 400 വരെയുള്ള ഒരു മൂവിനെ നമുക്ക് വാച്ച് ചെയ്യാം എന്നുള്ളതാണ്. അഗൈൻ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ടു അഗ്രസീവ് എന്നുള്ള രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. കാരണം ഒരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ 50% മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അത്ര ബുള്ളിഷ് ആവുകയുള്ളൂ ആ ചാർട്ടിൽ എന്നുള്ളതാണ്. ഞാൻ അഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രീവിയസ്ലി മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബേസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ലെവല് 49,770 എന്നുള്ള ലെവലിൽ നമുക്കിവിടെ വാച്ച് ചെയ്യാം. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 50,000 എന്നുള്ള ഈ ഒരു ലെവലും കൂടി ആയിരിക്കും. സോ 50,000 മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് അവിടെ 2-3 കണ്ടീഷൻസ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് മാക്സിമം ടൈം ട്രേഡ് ചെയ്തിട്ട് വേണം ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രേഡിനെ ഞാൻ അവിടെ പിന്നെ മൈൻഡ് പോലും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് എഗെയിൻ സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയും ഫർദർ താഴത്തേക്കുള്ള മൂവ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ് നമുക്കവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ വാട്ട് ഇഫ് മാർക്കറ്റിൽ മൊമെന്റ് താഴത്തേക്കാണ് കാണിക്കുന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് കുറച്ച് സമയമെങ്കിലും നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു ചെറിയ ട്രാപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ബട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് താഴത്തേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അതിന് ടാർഗറ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ഞാനൊരു കുറച്ചുകൂടി ഒരു വലിയ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോട്ടെ. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് ഒന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. സോ ഇവിടെ പിന്നെ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഞാനിവിടെ എടുക്കാൻ പോകുന്ന പോയിന്റ് ഇവിടെ ഈ ഒരു ലെവലിനെയാണ്. അതായത് പിന്നെ 770 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് 500 എന്നുള്ള ഈ ഒരു പോയിന്റിനെ ആയിരിക്കും. 500, 550, 500 എന്നുള്ള ഈ ഒരു ലെവലിനെ ആയിരിക്കും. സോ ഫർദർ ഡൗൺ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 250 എന്നുള്ള ആ ഒരു റേഞ്ച് വരെയുള്ള മൂവൊക്കെ നമുക്ക് ഈസി ആയിട്ട്, അതായത് പിന്നെ അൺബൈൻഡിങ് കാരണം തന്നെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. എഗെയിൻ അപ്പോ സൈഡിലേക്കാണ് പിന്നെ മാർക്കറ്റിൽ മൊമെന്റം ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ 50,000 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 50,230 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. എഗെയിൻ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ 480 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. എഗെയിൻ അപ്പോ സൈഡിലേക്ക് മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ 50,800 എന്നുള്ള ലെവൽ വരെയുള്ള ടാർഗറ്റിനെയും നമുക്ക് മുകളിലേക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. എഗെയിൻ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഇന്ന് ഇവിടെ റണ്ണവേ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. റണ്ണവേ ഗ്യാപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഒരു പോയിന്റ് തന്നെയാണ് ഞാൻ ഇതിനെ വാച്ച് ചെയ്തിട്ടുള്ളത്. സോ ഏകദേശം റണ്ണവേ ഗ്യാപ്പ് വരുന്നത് 690, 680 എന്നുള്ള ഈ ഒരു പോയിന്റിലാണ്. സോ ഈ ഒരു പോയിന്റിനെയും നമുക്ക് അടുത്ത ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് അഗെയിൻ ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗണിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. നിഫ്റ്റിയിലും ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ താഴെയുള്ള ഗ്യാപ്പ് ഡൗണുകൾ മാർക്കറ്റിന് ഒരു വീക്ക്നെസ് തന്നെയായിരിക്കും എഗെയിൻ ഉണ്ടാവുക. ബട്ട് ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുന്നതിന് പകരം ഈ ഒരു റേഞ്ചിൻ്റെ തൊട്ട് താഴെയുള്ള ഗ്യാപ്പ് ഡൗൺ അതിനുശേഷം ഒരു റേഞ്ചോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് ഒരു മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും താഴത്തേക്ക്. ബട്ട് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് റിവേഴ്സ് ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, റിവേഴ്സ് സംഭവിച്ചിട്ട് ഈ ഒരു റേഞ്ചിലേക്ക് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വോളറ്റൈൽ സോൺ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്, സൈഡ് വേസ് ട്രാപ്പ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം 50,000 എന്നുള്ള ലെവൽ ഇവിടെ ഇരിക്കുകയാണ്. അൺടിൽ അൺലെസ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഡയറക്ഷൻ വ്യൂ കിട്ടുള്ളൂ. ആൻഡ് ഇവിടുന്ന് ഫ്രഷ് ബയേഴ്സ് കൂടി ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് പിന്നെ ഒരു വോളറ്റൈലിറ്റി ഏരിയ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയും അവിടെ ഹൈ ആണ്. സോ ആ ഒരു പോയിന്റിനെ നിങ്ങൾ വാച്ച് ചെയ്യാവുന്നതാണ്. എഗെയിൻ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഇതേ സെയിം സ്റ്റോറിയാണ്. ഗ്യാപ്പ് ഡൗൺ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് താഴത്തേക്കുള്ള മൂവിന് നമുക്ക് പ്ലാൻ ചെയ്യാം. ബട്ട് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മുകളിലേക്കാണ് മൂവ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അഗ്രസീവായിട്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇനി എന്താണ് HDFC ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംതിങ് എന്തൊക്കെയോ റീസൺസ് വെച്ചിട്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ആ ഒരു ഗ്യാപ്പ് ഡൗണും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1600 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 1600 താഴെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 95 എന്നുള്ളതാണ്. 95ൻ്റെ താഴെയും പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ ഉണ്ടാവും. ബട്ട് 1600 എന്നുള്ളത് പിന്നെ ഒരു സ്ട്രോങ് ബേസ് തന്നെയാണ് HDFCനെ സംബന്ധിച്ച്. പ്രീവിയസ്ലി നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. സോ ഇവിടുന്ന് പിന്നെ അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1595 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. എഗെയിൻ ICICI ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള സെയിം ബേസിനകത്തേക്ക് തന്നെ ICICI ബാങ്ക് എത്തിയിട്ടുണ്ട്. സോ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ
1162 എന്നുള്ള ഈ ഒരു പോയിന്റാണ്. 1162 താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു വീക്ക്നെസ്സിനെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. എഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 1760 എന്നുള്ള ലെവലാണ്. 1760 താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു വീക്ക്നെസ് തന്നെ ആയിരിക്കും. പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിനാണ്. അതിൻ്റെ ലെവലിൻ്റെ താഴെയായിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് 10 പോയിന്റ്സിൻ്റെ മൂവ് താഴത്തേക്ക് കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ ആസ് ഓഫ് നോ ഞാൻ ആക്സിസ് ബാങ്കിൽ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1155 എന്നുള്ള പോയിന്റാണ്. 1155 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവും. ആൻഡ് ഇൻഫി കിടക്കുന്നത് നല്ലൊരു സപ്പോർട്ട് പോയിന്റിലാണ്. സോ 1790 എന്ന് വാച്ച് ചെയ്യുക. 1790 താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിലെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. TCS-ലാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറിയാണ്. 4185 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. എഗെയിൻ റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2940 എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യുക. 2940 താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സിനായിരിക്കും ഉണ്ടായിരിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2915 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ നല്ലൊരു സെല്ലിംഗ് മൂവ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.